യെസ് ഡേ നമുക്ക് കുറച്ച് അടിപൊളി കൂന്തൽ ഇട്ടിട്ടുണ്ട്. നമ്മൾ കോഴിക്കോട് സ്റ്റൈലും നമ്മുടെ സ്റ്റൈലായിട്ടൊക്കെ മിക്സ് ചെയ്തൊരു കൂന്തൽ നിറച്ചത് ഇവിടെ ഉണ്ടാക്കാൻ പോണ്. എന്നാൽ വീഡിയോയിലേക്ക് ഇടതല്ല ബാ. യെസ് ഡേ കൂന്തൽ നന്നാക്കുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ കണ്ണിൻ്റെ താഴേന്ന് അങ്ങോട്ട് മുറിച്ച് വയ്ക്കുക. നമുക്ക് ആവശ്യമുള്ള ഭാഗമാണേ. അതുപോലെ തന്നെ ഈ വശം ഇങ്ങനെ പുറത്തേക്ക് എടുക്കുക. അത് വേസ്റ്റാണ്, അത് നമ്മൾ കളയും. അതുപോലെ തന്നെ ഇത് ഞെക്കി കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം വേസ്റ്റൊക്കെ പുറത്തേക്ക് വരും. അതുപോലെ തന്നെ ഒന്ന് പയ്യെ പൊളിക്കുക. പൊളിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ഡ്രസ്സ് അഴിഞ്ഞ് വന്ന പോലെ തന്നെ ഈ കൂന്തലെ ആ മഷിയുള്ള തൊലി അങ്ങോട്ട് അറിഞ്ഞു വരും. അയ്യോ ഇത് ഭംഗിയായിട്ട് ഇറങ്ങി നോക്കി. പിന്നെ ഈ ഭാഗം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. കാരണം ഈ ഭാഗം നമ്മൾ എടുക്കണ്ട് കൂന്തലിൽ നിറയ്ക്കാൻ്റെ ഉള്ളിലേക്ക് ഈ ഭാഗം നമ്മൾ ആഡ് ചെയ്യും. അല്ലെങ്കിൽ ഈ ഭാഗം നമുക്ക് കളയാം. വേണ്ട, നല്ല ഭംഗിയാണോ? അടിപൊളി. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു സ്കെയിലുണ്ട്. ആ സ്കെയില് നമുക്ക് യൂസ്ഫുൾ അല്ല, ഇതും നമ്മൾ കളയണം. ദെൻ ഒരു വിരൽ ഇട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടോ നോക്കാം, അത് കളയാം. എന്നിട്ട് വേണം നമുക്ക് വൃത്തിയായിട്ടിത് കഴുകിയെടുക്കാൻ. അതുപോലെ നമുക്ക് എല്ലാ കൂന്തലും അതുപോലെ തന്നെ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ അതിൻ്റെ പല്ല് നമുക്ക് കാണാൻ പറ്റുന്നേ, ഇതാണ് അതിൻ്റെ വായ. അതിങ്ങനെ എടുത്ത് കളയാൻ പറ്റും. തത്തമ്മയുടെ ചുണ്ടുപോലത്തെ ചുണ്ടതിന് സൂക്ഷിച്ച് നോക്കി കാണാൻ പറ്റും. കൂന്തലൊക്കെ മേടിക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കോട്ടോ, തത്തമ്മയുടെ ചുണ്ടുപോലത്തെ ചുണ്ടാണ് ഉള്ളിൽ. എന്നിട്ട് ഇതൊക്കെ കൊണ്ട് ക്ലീൻ ചെയ്ത് അതും കളയണം. യെസ്, നമ്മൾ ശരിക്കും നിലത്ത് വെച്ചാൽ അരിഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് നല്ല മഴ ചെയ്തുകൊണ്ട് നിലമൊക്കെ നനഞ്ഞടക്കാം. അതായത് നമുക്ക് അവിടെ വെച്ച് അരിയുന്നത് ഇച്ചിരി പാടാം. അതുകൊണ്ട് നമ്മൾ കൈ തുടയിൽ വെച്ച് സവാളയും കൊച്ചുള്ളിയും മുളകൊക്കെ കുനുകുന അരിഞ്ഞെടുക്കുകയാണ് നമ്മൾ. മാക്സിമം ചെറുതായിട്ട് അരിയാണ്, കാരണം നമുക്ക് ആ കൂന്തലിനുള്ളിലേക്ക് ഫില്ല് ചെയ്യാനുള്ള മസാലയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് മാക്സിമം ചെറുതായിട്ട് അവിടെ അരിഞ്ഞെടുക്കാം. എണ്ണയൊക്കെ അടിപൊളിയായിട്ട് തിളച്ച് നിന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച് കൊച്ചുള്ളിയും സവാളയും ആഡ് ചെയ്യാം. ചെറുതായിട്ട് പറഞ്ഞാൽ മാക്സിമം ചെറുതായിട്ടാണ് നമ്മൾ അരിഞ്ഞാണ്. അതുപോലെ തന്നെ അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളക്, ചെറുതായി അരിഞ്ഞ പച്ചമുളക്, യെസ് ദേ ഇതൊക്കെ പയ്യെ വഴറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ആദ്യം കുറച്ച് മുളക് പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഇത്രയും മസാലയാണ് നമ്മൾ ആഡ് ചെയ്യണേ. അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ നേരത്തെ കൂന്തലിൻ്റെ ചെറിയ ചെറിയ പാർട്സുകളില്ലേ, ആ പാർട്സുകളും ഇതിനകത്തേക്ക് ആഡ് ചെയ്യും. എന്നിട്ട് ഇട്ട് വഴറ്റും. ഇങ്ങനെ തന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട്. യെസ്, കൈ അളവിലെ ഉപ്പ്. ഉപ്പ് അധികമായാലും കുറഞ്ഞാലും രുചിക്ക് നന്നായിട്ട് ബാധിക്കും. യെസ്, ജീരകം നമുക്ക് നിർബന്ധമില്ല, ആവശ്യമുള്ളവർക്ക് ഇടാം, ആവശ്യമുള്ളവർ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, യെസ് ദേ ജീരകം കൂടി ഇട്ട് കഴിയുമ്പോൾ നമ്മൾ തേങ്ങയും അതുപോലെ തന്നെ കൊച്ചുള്ളിയും അരച്ചത് ഇതും ഇതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഇട്ട് വഴറ്റാം. അയ്യോ അടിപൊളിയായിട്ട് വയഞ്ഞു. എൻ്റെ ഈ മസാലയാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കുത്തി നിറയ്ക്കാൻ പോണ മസാല. രസം നോക്കി കാണാൻ തന്നെ ഇത് മസാലയൊക്കെ വയഞ്ഞ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ കുറച്ച് അങ്ങ് മാറ്റി വയ്ക്കണം. ഇതെന്തിനാണെന്ന് ഞാൻ അവസാനം പറയാം. അവസാനമല്ല, പകുതി ഇത് മനസ്സിലാവും കേട്ടോ. ആദ്യം കുറച്ച് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഇതെടുത്ത് നമ്മൾ കൂന്തലിനുള്ളിൽ ഫില്ല് ചെയ്യുക. സൂക്ഷിക്കാനാണ്, പയ്യെ ചൂടാറിയിട്ട് വേണം കൂന്തലിനുള്ളിൽ ഫില്ല് ചെയ്യാൻ, അല്ലാന്നുണ്ടെങ്കിൽ കൈ പൊള്ളും, ഉറപ്പാട്ടോ. ഈ വെള്ളത്തിലാണ് ആദ്യം നമ്മൾ ആവിയിൽ കൂന്തലിനെ പുഴുങ്ങാൻ പോണത്. ആദ്യം വെള്ളം ഒഴിക്കുക. അതുപോലെ തന്നെ 2 മാഗി ക്യൂബ് ഈ വെള്ളത്തിൽ പൊട്ടിച്ചിടാം. എന്നിട്ടാണ് നമ്മൾ ഇതിനകത്താണ് പുഴുങ്ങണം. ആദ്യം ആദ്യം ആവി ആയിട്ട് എടുക്കുന്നത്. ആ കൂന്തലെടുക്കുക, നമ്മൾ റെഡിയാക്കിയ മസാല ഈ കൂന്തലിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്യുക. അതാണ് ആദ്യത്തെ പണി. ഇത് ഫില്ലാവുള്ളല്ലേ? ഫില്ലുണ്ട്. സൂക്ഷിക്കുക, ചൂടാറാണ്ട് ഫില്ല് ചെയ്യാൻ പോകരുത്, കൈ പൊള്ളും. ഓക്കെ, അയ്യോ അടിപൊളി ഫില്ല് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കൂന്തലിൻ്റെ അടിഭാഗം, ബാക്കിയുള്ള വാല്
ഇത് നമ്മൾ ടൂത്ത് പീക്ക് വെച്ച്, അയ്യോ ചാടിപ്പോയി, അത് സൂക്ഷിക്കണ്ടോ ചാടി പോകാണ്ട്. ഇത് ഈ കൂന്തലിൻ്റെ അല്ലത്, അത് കാരണമാണ് ചാടിപ്പോയത്. അല്ലെങ്കിൽ അവർ കണക്റ്റ് നിന്നേനെ. ഇത് വേറെ ഏത് ചെറിയ കൂന്തലിലേക്ക് പോയി. അത് നോക്കി കണ്ട് ചെയ്തോളണം കേട്ടോ എല്ലാവരോടും കൂടി. ഒരു ടൂത്ത് പീക്ക് വെക്കേണ്ട കാര്യമുള്ളൂ. ഇത് ആ വാല് ചാടിപ്പോണ കാരണമാണ് ഞാൻ 2 എണ്ണം വെച്ച് ബാലൻസ് ചെയ്തത്. ഇതേപോലെ എല്ലാ കൂന്തലും നമ്മൾ ഫിൽ ചെയ്യണം. അത്യാവശ്യം വേവുള്ള സാധനമാണ് നമ്മുടെ ഈ കൂന്തൽ. അത് കാരണമാണ് നമ്മൾ 2 പ്രാവശ്യമായിട്ട് വേവിക്കുന്നത്. അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഹെവി വേവ് ഒന്നുമില്ല. മീനുകളെ സംബന്ധിച്ച് ഇച്ചിരി വേവ് കൂടുതല ഈ മീൻ കൂന്തലിന്. ജലാംശം കൂടുതൽ. അതുപോലെ തന്നെ ഒരു 15 മിനിറ്റെങ്കിലും നമുക്ക് ഈ കൂന്തലിന് ആവിലൊന്ന് പുഴുങ്ങിയെടുക്കേണ്ട കാര്യമുണ്ട് കേട്ടോ. കാരണം കൂടിയാലും കുഴപ്പമില്ല, കുറയാതെ നോക്കാം മാക്സിമം. നോക്കട്ടെ റെഡി ആയിട്ടുണ്ടോന്ന്. ആ അത്യാവശ്യം ഗുണ്ടുമണികൾ പോലെയുണ്ട്, സെറ്റപ്പായിട്ടുണ്ട്. ഇവർ നമുക്ക് സെർവ് ചെയ്യാം. ഇനി രണ്ടാമത് റെഡിയാക്കാൻ വേണ്ടി ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇനി ഒഴിക്കുമ്പോൾ വെളിച്ചെണ്ണ ഒരു ലിമിറ്റ് അപ്പുറം കൂടെ ഉണ്ടാവേ. അതുപോലെ തന്നെ അതിനകത്തേക്ക് മുളക് പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും അതേ വെളിച്ചെണ്ണയിലേക്ക്. ഇതിനകത്തേക്ക് ഇത് നമ്മൾ റെഡിയാക്കി വെച്ച കൂന്തൽ കുട്ടന്മാരെ ഇടാം. എന്നിട്ട് ഒന്ന് വഴറ്റുക. അതേ സമയം ഈ മസാല ഓർമ്മയുണ്ടോ, ഞാൻ നേരത്തെ കുറച്ച് മാറ്റി വയ്ക്കാന്ന് പറഞ്ഞ മസാല, ആ മസാല അരച്ച് സെറ്റപ്പ് ആക്കി കൊണ്ടുവന്നിട്ട് അതും ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഒന്നും കൂടി വഴറ്റാം. ദേ നമ്മുടെ റെഡി ആയി വന്നിട്ടുണ്ട് കൂന്തൽ നിറച്ചത്. അതായത് നമുക്ക് സർവ് ചെയ്ത് കഴിച്ചു വെക്കാം. അയ്യോ ഇത് രസം നോക്കി, കാണാൻ തന്നെ രസം നോക്കിയേ. അടിപൊളി. ഇതാണ് നമ്മുടെ നാടൻ സ്റ്റൈല് കൂന്തൽ നിറച്ചത്. ഇതേ അവിടെ കൂന്തലൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചതിനും കൂടുതൽ സമയം എടുത്തു ഇതൊന്ന് റെഡി ആവാൻ വേണ്ടി. അതാണ് നമ്മുടെ അടുപ്പത് ഇപ്പോഴും കെടുത്തിയിട്ടില്ല. ആ വെളിച്ചത്തിൽ നിന്നാണ് നമ്മളിതിൻ്റെ അഭിപ്രായം പറയാൻ പോണത്. അഭിപ്രായം പറയാൻ പോണേ. ഡ്രൈവ നല്ല ചൂടുണ്ട്, കഴിച്ചു നോക്കാൻ പോണേ. അടിപൊളി, ഒരു വെറൈറ്റി ടേസ്റ്റ്. ഇഷ്ടപ്പെടും എല്ലാവർക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നന്നായിട്ടുണ്ട്.